മുറുങ്ങ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചൂര തേങ്ങാപ്പാലൊഴിച്ച് കറി വെച്ച് നോക്കിയാലോ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കിയാലോ. ചൂര നമുക്കിനി വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഉള്ളൊക്കെ കളഞ്ഞ് ചൂലയൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. നല്ലവണ്ണം കല്ലിൽ വെച്ച് ഉരച്ച് അതിൻ്റെ ഉടുമ്പൊക്കെ കളഞ്ഞെടുക്കണം. കല്ലിൽ വെച്ച് ഉരച്ചാലേ അതിൻ്റെ ഉടുമ്പൊക്കെ പോവുള്ളൂ. നമുക്കത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ആ മുറിച്ച കഷ്ണങ്ങൾ നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. എന്നാലേ അതിൻ്റെ ചോരകളൊക്കെ പോവുള്ളൂ. കഴുകി അത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കണമെങ്കിൽ നോക്കണ്ട, ഇത് വെന്ത് വരുമ്പോൾ കഷ്ണം മുറുകിക്കോളും. ഒരു സവാളയുടെ പകുതി സവാള ഞാൻ എടുത്തേക്കണം. സവാള നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പച്ചമുളക് ഇല്ലാട്ടോ ഞാൻ എടുത്തേക്കണത്, കാന്താരി മുളകാണ്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുക്കാം. 3-4 കഷ്ണം വെളുത്തുള്ളി അത് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു തണ്ട് വേപ്പില ചേർക്കാം. കുടപ്പുളി വെള്ളത്തിലേക്ക് വിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുളിയൊന്ന് ഇളകാനായിട്ട്. ഇനി ഒരു മുറി തേങ്ങയുടെ 1/4 പാലും 2/2 പാലും. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി ഇനി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഞാൻ ഫിഷ് മസാല ചേർക്കണില്ല. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. കുടപ്പുളി ഒന്ന് തിളയ്ക്കട്ടെ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇടാൻ. മീൻ കഷ്ണം ഇങ്ങനെ ഇരിക്കണമെന്ന് ഓർക്കട്ടോ. ഇത് ചാറ് വറ്റി കുറുകി വരുമ്പോൾ മീൻ കഷ്ണം നല്ലവണ്ണം ഉറച്ചിരിക്കും. നല്ല അറിയായിരിക്കുള്ളൂ ഇത്. നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മീൻ കഷ്ണം ഒന്ന് വെന്ത് വരട്ടെ. മീൻ കഷ്ണം കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം.
ചാറ് കുറുകി. ഇനി നമുക്കിതിലേക്ക് 1/4 പാലും ചേർത്ത് കൊടുക്കാം. ചാറൊന്ന് കുറുകി വരട്ടെ. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ചാറൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. അടുത്ത വീഡിയോ കാണും വരെ നിങ്ങൾക്ക് നന്ദി.